മോളിവുഡ് ടൈംസ് നസ്രിൻ നായകനായ സിനിമ അഭിനവ് സുന്ദർ നായക്. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ്. അടിപൊളി പടമാണ്. ഒരു നെഗറ്റീവ് ഷെയ്ഡ് വിനീത് ശ്രീനിവാസന് കൊടുത്തൊരു പടമാണ്. പക്ഷെ നല്ല രസമുള്ള സിനിമയായിരുന്നു. അടിപൊളി പടമായിരുന്നു. ഈ സിനിമയും അഭിനവ് ചെയ്തേക്കുന്നത് നല്ല ഗംഭീര മേക്കിംഗ് ആണ്, ഗംഭീര ഡയറക്ഷനാണ്. അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം ചെയ്തിട്ടുണ്ട്. നസ്ലിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസുമാണ്. കാരണം നസ്ലിൻ ഇത്രയും നന്നുണ്ട്. ഇപ്പോൾ കൊമേഴ്സ്യൽ പടങ്ങളൊക്കെയാണ് നസ്ലിൻ ചെയ്തേക്കുന്നത്. ഇതൊക്കെ ഒരു കൊമേഴ്സ്യലി സെമി കൊമേഴ്സ്യൽ എന്നൊക്കെ പറയുന്നത്. കൊമേഴ്സ്യൽ പടം എന്നാണെങ്കിൽ അങ്ങ് പൂർണ്ണമായിട്ടും പറയാൻ പറ്റത്തില്ല. നസ്ലിന്റെ സ്ഥിരം പാറ്റേണിൽ നിന്ന് മാറി നസ്ലിൻ അത്യാവശ്യം നന്നായിട്ട് അഭിനയിച്ച് ഫലിപ്പിച്ചുണ്ടോ. നല്ല ബുദ്ധിമുട്ടുള്ളൊരു ക്യാരക്ടർ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നസ്ലിന്റെ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. ജേക്സ് ബിജോയ് ആണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ജേക്സ് ബിജോയ് നല്ല അടിപൊളിയായിട്ട് ഈ പടത്തിന് വേണ്ടിയിട്ടുള്ള അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സ്കോർ, നല്ല സൂപ്പറായിട്ടുള്ള സിനിമാറ്റോഗ്രഫി, ഇതെല്ലാം നല്ലതാണ്. പടം ഫസ്റ്റ് ഹാഫും ഈ പറഞ്ഞ പോലെ നല്ല നൈസായിട്ട് പോകുന്നു. ജഗദീഷ് 1-2-3 സീനേ ഉള്ളെങ്കിലും ജഗദീഷ് നല്ല തകർത്തിട്ടുണ്ട്. ഷറഫുദ്ദീൻ ഉണ്ട്, ബാലേന്ദ്രൻ ചുള്ളിക്കാടുണ്ട്. ഇവരൊക്കെ നല്ലപോലെ സ്കോർ ചെയ്യുന്നുണ്ട്. സിനിമയെ ഇഷ്ടപ്പെടുന്നവർ, സിനിമയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവർ, സിനിമ പണ്ട് CD ഇട്ട് കണ്ടവർ, അല്ലെങ്കിൽ സിനിമയോട് ഭയങ്കരമായിട്ട് അഭിനവമായ ആവേശം, ഡയറക്ഷൻ, അങ്ങനെയുള്ള ആവേശമൊക്കെ ഉള്ളവർക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ചിലപ്പോൾ വർക്കാവും. പക്ഷേ സാധാരണപ്പെട്ട ഓഡിയൻസ് പോകുമ്പോൾ ഫസ്റ്റ് ഹാഫ് ഓക്കെയാണ്, കണ്ടുകൊണ്ടിരിക്കുക, കുഴപ്പമൊന്നുമില്ല. പക്ഷെ സെക്കൻഡ് ഹാഫ് ഭയങ്കര ബോറടിക്കുന്ന രീതിയിലുള്ള അങ്ങ് വളരെ സ്ലോ ആവും പടം. അവിടെ എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ അത് പടം ഒന്ന് കട്ട് ചെയ്തിരുന്നെങ്കിൽ, 2.5 മണിക്കൂറിൽ എവിടെയെങ്കിലും 2.25 മണിക്കൂർ എവിടെയെങ്കിലും ഒരു അരമണിക്കൂർ ഒന്ന് തട്ടിക്കളഞ്ഞിരുന്നെങ്കിൽ ഈ പടം കുറച്ചുകൂടെ നന്നായിയെന്ന് എനിക്ക് തോന്നി. കാരണം സിനിമാ മോഹികൾക്ക് വേണ്ടി മാത്രം എടുത്തൊരു പടം പോലെ തോന്നി. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് നല്ലപോലെ വ്യത്യസ്തമായിട്ട് എടുത്തിട്ടുണ്ട്. വ്യത്യസ്ത മേക്കിംഗ് കൊണ്ട് സിനിമയിൽ നിന്ന് ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എടുത്തിട്ടുണ്ട്. അതിലൊക്കെ ഡയറക്ടർ വിജയിച്ചിട്ടുമുണ്ട്, നസ്ലിൻ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ എവിടെ പാളിയെന്ന് ചോദിച്ചാൽ സാധാരണപ്പെട്ട ഓഡിയൻസിന് ഇതൊരു ആവറേജ് ജസ്റ്റ് ആവറേജ് പടമേ ഉള്ളൂ. സിനിമയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഓക്കെ പടം, അവർക്ക് ചിലപ്പോൾ ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സന്തോഷത്തോടുകൂടി ഇറങ്ങാം. ഒരു സാധാരണപ്പെട്ട ഓഡിയൻസിന് പക്ക ആവറേജ് പടത്തിന് മുകളിലോട്ട് ഒന്നും തന്നെ ഈ പടം ഡിമാൻഡ് ചെയ്യുന്നില്ല.